നമസ്കാരം. ഇപ്പോൾ സമയം 28-ാം തീയതി വെള്ളിയാഴ്ച വെളുപ്പിന് 4 മണിയാണ്. ഞാൻ 4 മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെളുപ്പിന്. അതായത് ഷോയ്ക്ക് സിനിമയ്ക്ക് പോയാണ്. എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടി പോയതാണ്. സിനിമ കണ്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്ന സമയമാണ് ഈ 4 മണി എന്ന് പറയുന്ന സമയം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പല സിനിമകളും കാണാൻ പോകുന്നുണ്ടെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് സിനിമ കഴിഞ്ഞ് വരിക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ എമ്പുരാൻ മലയാളികൾ അതുപോലെ ലോകം മുഴുവൻ റിലീസ് ചെയ്തിട്ടുള്ള എമ്പുരാൻ കാണാൻ വേണ്ടി പോയി. അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ. ഒരു റിവ്യൂ അങ്ങനെയൊന്നും കണക്കാക്കണ്ട. ഈ പടം ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. ധൈര്യമായിട്ട് മലയാളികൾ എല്ലാവരും തന്നെ പോയി കാണേണ്ടതായിട്ടുള്ളൊരു സിനിമയാണ്. ആ രീതിയിലാണ് പൃഥ്വിരാജ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന് ഒരു ബിഗ് സല്യൂട്ട് നേരാതെ വയ്യ. കാരണം ആ ലെവലിലാണ് പടം പിടിച്ചിരിക്കുന്നത്. ഒരു ഒരു വലിയ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിലവിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അവരുടെ അജണ്ടകൾ, അതൊക്കെ അവരെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു പടം. അങ്ങനെ ഒരു ചങ്കുറ്റം തന്നെ സത്യത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മളെ ഭരിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളുടെ ഒരു തുറന്ന് കാണിക്കൽ അല്ലെങ്കിൽ തുറന്ന് പറച്ചിലായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്കൊരു വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തിരിക്കുന്ന രീതികൾ, വിദേശ രാജ്യങ്ങൾ ഗംഭീരമാണെന്ന് പറയാതെ വയ്യ. ഇനി ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഇത് പോയി കാണരുത്. ലൂസിഫർ അല്ല ഇത്. കാരണം ലൂസിഫർ കേരളത്തിൽ നടന്ന ഒരു കഥ, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ലൂസിഫർ എങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത് കുറേയും കൂടി മാറി. അതൊരു വേൾഡ് വൈഡായിട്ടുള്ളൊരു കഥയിലേക്ക് മാറി. മയക്കുമരുന്ന്, അത് മാഫിയ, ഈ മാഫിയ എന്നൊക്കെ പറഞ്ഞ് ആ ലെവലിലേക്ക് മാറുന്നൊരു പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന പടം എൻഡ് ചെയ്യുന്നത് ഒരു നല്ല രീതിയിലാണ്. എൻഡിങ് എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ളൊരു എൻഡിങ്ങാണ്, അല്ലെങ്കിൽ ആവേശമായിട്ടുള്ളൊരു എൻഡിങ്ങിലേക്കാണ് ലൂസിഫർ. ഇതെന്ന് പറയുന്നത് മൂന്നാം ഭാഗം ഉണ്ട് എന്നുള്ള അറിയിപ്പോട് കൂടിയിട്ടുള്ള എങ്ങും തൊടാതെയുള്ള ഒരു എൻഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കല്ലുകടി ചിലപ്പോൾ ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഇതിനകത്ത് പോസിറ്റീവായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അടിപൊളിയായിട്ടുള്ള മേക്കിങ്, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, സൗണ്ട് എല്ലാം അതിഗംഭീരം എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി സിനിമ കാണുക. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ റിവ്യൂവും കേട്ടുകൊണ്ടല്ല സിനിമക്ക് പോകേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് സിനിമക്ക് പോകുക. നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല എന്നുള്ളതാണ്. പിന്നെ 1-2 നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോരായ്മകളായിട്ടൊക്കെ തോന്നിയത്, മോഹൻലാലിനെ നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ അതത്ര വലിയ സെറ്റപ്പായിട്ട് തോന്നിയില്ല. പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രോമാഞ്ചിഫിക്കേഷൻ വരുന്നത് നമ്മുടെ സ്റ്റീഫനായിട്ട് മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഗംഭീരമാണ്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ രോമാഞ്ചിഫിക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് വന്നിട്ടുള്ള മോഹൻലാലിനെ ഇൻട്രോ ചെയ്യുന്ന ഒരു ഇൻട്രോ സീനുണ്ട്. അത് അത്ര ഒരു ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് അങ്ങനെ മോഹൻലാൽ കോട്ടയ്ക്ക് ഇട്ട് വരുന്ന ഒരു സീൻ അത്ര വലിയൊരു നല്ല സീനായിട്ട് തോന്നിയില്ല. പക്ഷേ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് മോഹൻലാൽ ഒരു സ്റ്റീഫനായിട്ട് വരുന്നൊരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീൻ എന്ന് വെച്ചാൽ മാരക സീനാണ്, രോമാഞ്ചിഫിക്കേഷനാണ്, ഗംഭീരം. അവിടെ തുടങ്ങിയുള്ള മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും സൂപ്പർ, അടിപൊളി, മസ്റ്റ് ട്രൈ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പടമാണ്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി മറ്റുള്ളവരുടെ വാക്കുകളും ഈ പറഞ്ഞ എന്താണ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേൾക്കാതെ, അതൊന്നും മുഖവേൽക്കെടുക്കാതെ ധൈര്യമായിട്ട് പോയിട്ട് എമ്പുരാന് ടിക്കറ്റ് എടുക്കുക. അതിനകത്ത് ഒരു സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ അങ്ങനെയുള്ളൊരു സംഭവം തന്നെ ഈ പടത്തിലില്ല. അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു ചിലപ്പോൾ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടോ ഒരു നെഗറ്റീവും ഈ പടത്തിലില്ല. വളരെ അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു മെസ്സേജ് നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഗംഭീരമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്തിട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. എൻഡിങ് വരുന്നത് എന്ന് പറയുന്നത് മൂന്നാം ഭാഗം കണ്ടാലാണ് ഇനി അത് പൂർത്തിയാവുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നത് എൻഡിങ് വരുന്നത് അതൊരു ചെറിയൊരു നമുക്കൊരു പോരായ്മയായിട്ട് തോന്നും. ഒരു ലൂസിഫറിലൊരു എൻഡിങ് അല്ല എമ്പുരാനിൽ എന്നുള്ളതാണ് എനിക്ക് ആകെ തോന്നിയൊരു പോരായ്മ. അത് മൂന്നാം ഭാഗം വരുമ്പോൾ അത് ക്ലിയർ ആവും. മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവരും പോയി ഒന്ന് കാണുക.